പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന സ്വർഗത്തിലെ ഒരു ഹുറുലീനായ പെണ്ണ്, മഹാനായ മുദറുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ മഹാനാണ്. അദ്ദേഹത്തിന് എഴുത്തെഴുതി കൊടുത്തിട്ടുണ്ട് 3 വരി കവിതകൾ. വളരെ രസകരമായ സംഭവം. ഗലബനി നൗമു ലൈലതൻ ഫനിംതു അലാ ഹിസ്ബി. മഹാനായ മുദറുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയാണ്, രാത്രി ഞാൻ ഒരുപാട് ഓതാറുണ്ട്, ഒരുപാട് നിസ്കരിക്കാറുണ്ട്, പക്ഷേ ഒരു ദിവസം എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഫറഅയ്തു ഫീ മനാമി ഫീമാ യറൻ നായിമു. ഞാൻ ഉറക്കത്തിൽ കാണുകയാണ് ജാരിയതൻ, ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, കഅന്ന വജ്ഹഹൽ ഖമറുൽ മുസ്തതിമ്മു, പരിപൂർണമായ ചന്ദ്രൻ, അവളുടെ മുഖം അത്രയും പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെ. വമഅഹ റിഖുൻ, അവളുടെ കയ്യിൽ ഒരു ചെറിയ കടലാസ് ഉണ്ട്. റിഖ് എന്ന് പറഞ്ഞാൽ ചെറിയ കടലാസിന്റെ കഷ്ണത്തെ റിഖ് എന്ന് പറയാം. ഫഖാലത്, അവൾ പറഞ്ഞു, അതഖറഉ അയ്യുഹ ശൈഖ്, നിങ്ങൾ ഇത് വായിച്ചു നോക്കൂ. ഖുൽതു, ഞാൻ വായിക്കും ചോദിച്ചു. ഖുൽതു നഅം, എനിക്ക് വായിക്കാം. അവൾ പറഞ്ഞു, ഇഖ്റഅ ഹാദൽ കിതാബ്, ഇത് വായിച്ചു നോക്കൂ. ഞാനത് തുറന്നു, അതിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, ഫവല്ലാഹി മാ ദകർതുഹു ഖത്തു ഇല്ലാ ദഹബ അന്നി നൗം. ഞാനതങ്ങ് ഓർത്തപ്പോഴേക്കും എന്റെ ഉറക്കം പമ്പ കടന്നുപോയി. എന്താ എഴുതിയതെന്നറിയോ? ألهتك اللذائذ والأماني عن الفردوس والظلل الدواني. ألهتك اللذائذ والأماني عن الفردوس والظلل الدواني. ولذة نومة عن خير عيش مع الخيرات في غرف الجنان. تيقظ من منامك إن خيرا من النوم التهجد بالقرآن. تيقظ من منامك إن خيرا من النوم التهجد بالقرآن. ألهتك اللذائذ والأماني, എത്രയോ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും, അനിൽ ഫിർദൗസി വല്ലുലലിദ്ദവാനി, അല്ലാഹുവിന്റെ ഫിർദൗസ് എന്ന സ്വർഗ്ഗവും വളരെ ആനന്ദകരമായ സ്വർഗത്തിലെ തണലുകളും ഇതൊന്നും വേണ്ട എന്ന് വെച്ച് ഏതൊക്കെയോ ദുന്യാവിന്റെ ആനന്ദങ്ങളിൽ സമയം നഷ്ടപ്പെടുത്തി കളയുകയാണോ? വലദ്ദതി നൗമത്തിൻ അൻ ഖൈരി ഐശിൻ മഅൽ ഖൈറാത്തി ഫീ ഗുറഫിൽ ജിനാനി. നാളെ സ്വർഗത്തിന്റെ തോപ്പുകളിൽ, സ്വർഗത്തിന്റെ മുറികളിൽ കിടന്ന് സത്യവതികളായ സൗന്ദര്യവതികളായ ഭാര്യമാരെ ലഭിക്കാൻ നീ അധ്വാനിക്കേണ്ടതിന് പകരം ഉറങ്ങി ആസ്വദിച്ച് കഴിയുകയാണോ? തയഖൽ, എഴുന്നേൽക്കണം. തയഖൽ മിൻ മനാമിക ഇന്ന ഖൈറൻ മിനൻ നൗമി തഹജ്ജുദു ബിൽ ഖുർആനി. ഉറങ്ങണം, എഴുന്നേൽക്ക്. തയഖൽ, ഉണരണം. മിൻ മനാമിക മിന്ന ഖൈറൻ മിനൻ നൗമി, ഉറക്കിനേക്കാളും നിങ്ങൾക്ക് ഖൈർ അത്തഹജ്ജുദു ബിൽ ഖുർആനി, ഖുർആൻ ഓതി തഹജ്ജുദ് നിസ്കരിക്കലല്ലോ നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത്. എഴുന്നേൽക്കിൻ മുദറുൽ ഖാരി, എഴുന്നേൽക്കിൻ. ഉറങ്ങാണോ? അദ്ദേഹം ഉറക്കത്തിൽ വായിച്ച കവിതകളാണത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ല, പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിയാറില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കുന്ന ചില ഇൽഹാമുകളാണ്, അള്ളാഹു നൽകുന്ന ചില സൂചനകളാണ്, നല്ല നല്ല ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് അവിടുത്തെ ഇണകളോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ഹും വഅസ്വാജുഹും, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. അതിന്റെ ഒരർത്ഥം ദുനിയാവിലെ ഈ പെണ്ണിന് പകരം ഹൂറുലീനെ കൊടുക്കണമെന്ന്. പക്ഷേ മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അതിനെ പ്രബലപ്പെടുത്തിയ അർത്ഥം, ദുനിയാവിലെ ഈ ഭാര്യയല്ല, ഇവളെക്കാളും സൗന്ദര്യവും സ്വഭാവവും ഒക്കെയുള്ളവളായി അവളെ തന്നെ നീ ഒന്ന് മാറ്റിക്കൊടുത്ത് ഇണയായി നാളെ കൊടുക്കണം പടച്ചോനെ. ഭർത്താവ് മരിച്ചു, ഭാര്യ ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ അബ്ദിൽഹാ ദാറൻ ഖൈറൻ മിൻ ദാരിഹാ വസൗജൻ ഖൈറൻ മിൻ സൗജിഹാ. അല്ലാഹുവേ, അവളുടെ ഭർത്താവിനേക്കാളും ഖൈറായ ഭർത്താവിനെ കൊടുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒരാള് എന്നല്ല, ആളെ തന്നെ. നമ്മൾ പറഞ്ഞ വണ്ടിയൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് ഉഷാറാക്കൂലേ, അതാ വണ്ടി തന്നെ, പക്ഷേ ഇത് പഴയതല്ലല്ലോ, ഇതാകെ മാറിയല്ലോ. ആള് മാറിയിട്ടുണ്ട്, സ്വഭാവം മാറും, എല്ലാം മാറിയിട്ട് നന്നാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ അർത്ഥം അവിടുത്തെ സ്വഭാവങ്ങളൊക്കെ മാറുമെന്ന. ഇവിടുത്തെ പോലെയല്ല. വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, മനുഷ്യന്റെ ഹൃദയത്തിൽ ആ ഒരു ദേഷ്യം, പക, ആ ഒരു സംഗതി സ്വർഗത്തിലില്ല. പിന്നെന്താ? സുബ്ഹാനല്ലാഹ്.
ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. അവരും അവരുടെ ഇണകളും, അതാണിന് പെണ്ണായി, പെണ്ണിന് അവരുടെ ഭർത്താവായി, ഫീ ളിലാലിൻ തണലുകളിലായി, അലൽ അറായികി മുത്തകിഊൻ കട്ടിലുകളിൽ അവൾ ചാരി കിടക്കുകയാണ്. ഉറങ്ങൂല. നമ്മൾ പറഞ്ഞു ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്, അഖുൽ മൗത്താൻ. നബിയോട് ചോദിച്ചു, നബിയെ സ്വർഗവാസികൾ ഉറങ്ങുമോ? എങ്ങനെ ഉറങ്ങും? സ്വർഗവാസികൾ മരിക്കില്ലല്ലോ. ലാ യമൂതൂന, മരണം സ്വർഗത്തിലില്ലല്ലോ. വന്നൗമു അഖുൽ മൗതി, ഉറക്കമാണെങ്കിലോ മരണത്തിന്റെ സഹോദരനാണല്ലോ. അതുകൊണ്ട് സ്വർഗത്തിൽ ഉറക്കമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചാരി കിടക്കുകയാണ്. ലഹും ഫീഹാ ഫാകിഹ, അവർക്ക് അവിടെ പഴവർഗ്ഗങ്ങളുണ്ട്. അത്തിപ്പഴത്തെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹാ മിൻ സിമാരിൽ ജന്ന, സ്വർഗത്തിലെ പഴങ്ങളിൽ പെട്ടതാണ് അത്തിപ്പഴം. തീൻ, ഫിഗ്, വത്തീനി വസ്സൈതൂൻ, തീൻ സ്വർഗത്തിന്റെ പഴങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹും ഫീഹാ ഫാകിഹ വലഹും മാ യദ്ഊൻ, എന്തൊക്കെ അവർക്ക് വേണോ അത് മുഴുവനും അവിടെയുണ്ട്. അതിന്റെ അപ്പുറം സലാമുൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ അല്ലാഹു തആല സ്വർഗ്ഗവാസികളോട് പറയും, സലാമുൻ, നിങ്ങൾക്ക് സലാമുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ട്. സലാമുൻ, സമാധാനമായിട്ടിരുന്നോളൂ, ഇവിടെ ഒന്നും പേടിക്കണ്ട. ഇവിടെ ആരും നിങ്ങളെ തട്ടിപ്പറിക്കാൻ വരില്ല, നിങ്ങളുടെ വീട് പൊളിക്കാൻ വരില്ല, നിങ്ങളുടെ സമ്പത്ത് അപഹരിക്കാൻ വരില്ല, കൊള്ളടിക്കാൻ വരില്ല, ഇവിടെ ആരും വരില്ല. സലാമുൻ, ആരും നിങ്ങൾ ആക്രമിക്കാൻ വരില്ല, ഇവിടെ സുരക്ഷിതമാണ്. സലാമുൻ, ഇത് എന്റെ ലോകമാണ്, നിങ്ങൾക്ക് ഇവിടെ ആരും ഒരു ബുദ്ധിമുട്ടാക്കാൻ വരില്ല. സ്വസ്ഥമായിട്ട് ജീവിച്ചോളൂ. കുറച്ച് അധ്വാനിച്ചില്ലേ നാട്ടില്, 10-60 കൊല്ലം കുറെ ക്ഷീണിച്ചില്ലേ, ഇനി ഇവിടെ ഒന്നും വിശ്രമമാണ്, നിങ്ങൾക്ക് എന്നും വിശ്രമമാണ്. സലാമുൻ, രക്ഷയാണ് എന്ന് പറഞ്ഞാൽ എന്റെ റിളാ, എന്റെ തൃപ്തി, ഫല അസ്ഖതു അബദ, ഞാൻ നിങ്ങളോട് കോപിക്കുകയേ ഇല്ല എന്ന് അല്ലാഹു ജല്ല ജലാലു സ്വർഗ്ഗവാസികളോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ അല്ലാഹു സ്വർഗ്ഗവാസികളോട് പറയുന്ന വാക്കാണ് സലാമുൻ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അസ്സലാമു അലൈക്കും എന്ന സലാം നമ്മളും പ്രചരിപ്പിക്കുക. അഫ്ശുസ്സലാം, അത്ഇമുത് തുആം, സുലുൽ അർഹാം, സല്ലു ബില്ലൈലി വന്നാസു നിയാം, തദ്ഖുലുൽ ജന്നത ബിസലാം. ഓർമ്മണ്ടല്ലോ ഹദീസ്, അല്ലയോ ജനങ്ങളെ, മദീനയിലേക്ക് കടന്നു വന്ന അന്ന് ആദ്യം നബി തങ്ങൾ പറഞ്ഞ, മദീനയിൽ കടന്നു വന്നപ്പോൾ പറഞ്ഞ ഹദീസാണ്. നമ്മൾ ഒന്നുകൂടെ ഓർമ്മയെടുക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അഫ്സുസ്സലാം, സലാം പ്രചരിപ്പിച്ചേക്കണം. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിലും മറ്റൊരാളോട് ഒരു ദേഷ്യമോ ഒരു പകയോ ഒരു ഈർഷ്യതയോ ഒരു വൈരാഗ്യമോ ഒരു പകപോക്കലോ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അർത്ഥം പറഞ്ഞ് പറയാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവർക്കും സമാധാനം നേരുവിൻ. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവട്ടെ. നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന ആളാണ്. അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പറഞ്ഞാൽ മലക്കുകൾ, നമ്മളൊരാൾ സലാം പറഞ്ഞു, അയാൾ സലാം അടക്കില്ലെന്ന് വിചാരിക്കുക, റദ്ദ അലൈഹി മൻ ഹും അഫ്ളലു മിനന്നാസ്, മനുഷ്യരെക്കാളും ഖൈറായവർ ആ സലാമിന്റെ മറുപടി പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മലക്കുകൾ സലാം അടക്കും. വഅലൈക്കുമുസ്സലാം, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ട് എന്ന് അള്ളാഹുവിന്റെ മലാഖമാർ പറയും. എന്തോ ഒരു മനോഹരമായ ഗ്രീറ്റിംഗ് ആണ് ഇസ്ലാമിൻ്റെത്, അസ്സലാമു അലൈക്കും. അത് കൂട്ടുകാരോട് പറയാം. ഒരു ഫോൺ ചെയ്യുമ്പോൾ എത്ര സലാം പറയാൻ കഴിയും? ഒരു അസ്സലാമു അലൈക്കും വെച്ച് ഫോൺ തുടങ്ങുന്നു, നിർത്തുമ്പോൾ ഒരു വഅലൈക്കുമുസ്സലാം. ആ സംസാരം ലാഭമായി. സലാം കൊണ്ട് തുടങ്ങി, സലാം കൊണ്ട് അവസാനിച്ചു. എത്ര ഫോൺ കോൾ ഒരു ദിവസം? എന്ത് പറയുമ്പോഴും ഒരാൾക്കൊരു മെസ്സേജ് നമ്മൾ ഡയറക്റ്റ് സ്പീക്ക് ചെയ്യാൻ എന്താ, ഒരു സലാം കൊണ്ട് തുടങ്ങുക, ഒരു സലാം കൊണ്ട് അവസാനിക്കുക. ആരാണോ ഫോൺ തുടങ്ങുന്നത് അയാൾ അസ്സലാമു അലൈക്കും പറയാം. ചിലപ്പോഴൊക്കെ ഞാൻ ഓവർടേക്ക് ചെയ്യാറുണ്ട് ഇങ്ങോട്ട്. അപ്പൊ ചില ഉസ്താദ്, ഞാൻ അങ്ങോട്ട് വിളിച്ചാണല്ലോ, ഞാനല്ലേ സലാം പറയേണ്ടത്, അപ്പൊ ആയിക്കോട്ടെ സാരല്ല. ആർക്കാണോ ആദ്യം പറയണത് അവർക്ക് കൂലി കൂടുതൽ കിട്ടും. ചിലപ്പോൾ നമ്മൾ അറിയാതെ ഓവർടേക്ക് ചെയ്യണതാണ്, നിങ്ങളത് പൊരുത്തപ്പെടണം. അങ്ങനെ അവനാന്റെ പൈസയിൽ ചിലവിൽ വിളിച്ച് സ്വന്തം ആവശ്യത്തിന് മിസ് കോൾ അടിക്കുക മഹാ ചീപ്പ് ഏർപ്പാടാണല്ലേ. സ്വന്തം ആവശ്യത്തിന് വിളിക്കണത് മിസ് കോൾ അടിക്കുക. അപ്പൊ പിന്നെ അതല്ല, നമ്മളായിട്ട് ഒരാളെ വിളിക്കുക, അപ്പൊ നമ്മൾ സലാം പറയേണ്ടത്, നമ്മൾ സലാം പറയണം, അസ്സലാമു അലൈക്കും. ഈ മിസ് കോൾ ഭയങ്കര ചീപ്പായിക്കണം ഇപ്പൊ അല്ലേ. എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ മിസ് കോൾ അടിച്ചില്ലേ എന്ന് ചോദിച്ചു എന്നോട്.
വൈകുന്നേരം ഒരുപാട് കോളുണ്ടാവും. അപ്പൊ എല്ലാവർക്കും തിരിച്ചു വിളിക്കാൻ നിന്ന നമ്മളെ ശമ്പളം അതിന് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പൊ തിരിച്ചൊരു മിസ് കോളൊക്കെ ചിലപ്പോൾ വിടാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ കണ്ടിക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യണത്. ഞാൻ കണ്ടിട്ടുണ്ട് ഫോണ്, നിങ്ങൾ സൗകര്യത്തോട് വിളിച്ചോളി അതിനാ. അപ്പോ മിസ് കോൾ ഭയങ്കര ചീപ്പ് ഏർപ്പാടാവും. അപ്പോ ഒരു സലാം പോലും പറയാനുള്ള ഒരു അവസ്ഥയിലില്ലല്ലോ. ആരാണ് തിരിച്ചു വിളിക്കണോ അയാളായിരിക്കും സലാം പറയാം. അപ്പൊ കൂലി അയാൾ കൊണ്ടുപോയി. മറ്റോ 30 ഫിൽസ് വ്യാപിച്ചു, മറ്റോ സലാം സ്വർഗം കൊണ്ടുപോയി. അപ്പൊ സലാം പറയാ, ഏത് കോളിനും സലാം പറയാം. സംസാരം കോൺവെർസേഷൻ അവസാനിക്കുമ്പോ വഅലൈക്കും അസ്സലാം എന്ന് പറയാം. സലാം അടക്കുക ഭയങ്കര ലാഭമാണ്. നമ്മൾ ഒരുപാട് തവണ ഫോണിലൂടെ സംസാരിക്കുന്ന കാലാണിപ്പോ. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച മറന്നുപോയി. കമ്പനി ഫോണെന്ന് ദയവ് ചെയ്ത് നിങ്ങളെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വിളിക്കരുതേ. ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കതിന് അലൗഡാണ്, നിങ്ങൾക്കതിന് അനുമതി ഉണ്ട്, പൊരുത്തണ്ട് എങ്കിൽ ചെയ്തോ. എന്നല്ലാതെ മൊലാൾ എറിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാവും. ചില ലാൻഡ് ഫോണിൽ ഫോൺ വരുമ്പോൾ തിരിച്ചു വിളിക്കാറില്ല. ഒരു പക്ഷെ നമ്മൾ തിരിച്ചു വിളിച്ച ആളെ പണി പോയി പോകും. ഇതാരാ വിളിച്ചത്, എന്തിനാ വിളിച്ചത്, റിസപ്ഷനിസ്റ്റാകാരൻ ഡൈവേർട്ട് ചെയ്യാ അല്ല, ഇങ്ങനെ ഒരു വിളി ആൾക്ക് പോയി, എന്തിനു വിളിച്ചു. അപ്പൊ അത് ചെയ്യണ്ട. അവനവന്റെ പൈസയിൽ നിന്ന് ഹലാലായതുകൊണ്ട് വിളിച്ചാൽ മതി. എന്ത് ചെയ്യരുത്, നമ്മൾ കമ്പനി വാഹനം നമ്മുടെ പ്രൈവറ്റ് ആവശ്യം ഉപയോഗിക്കാൻ പറ്റില്ല. കമ്പനി ഫോണ് നമ്മുടെ ആവശ്യത്തിനുള്ളതല്ല. നമ്മുടെ ആ കമ്പനി ചേരുന്ന ടെലിഫോൺ അലവൻസ് ഉണ്ടാവും. നമ്മൾ ചങ്ങായിമാരെ വിളിച്ച് നേരം കളയണ്ട. അങ്ങനെ ഉണ്ടാവും. ചെല്ലു ഭയങ്കര ഫോൺ വിളി, പിന്നെ വിളിക്കില്ല. എന്റെ ആ പണി പോയടോ. അപ്പൊ ഫോണിന് 300 റുപ്യ അലവൻസ് ഉണ്ടായിരുന്നേ, അപ്പൊ ഭയങ്കര വിളിയായിരുന്നു. ഇപ്പൊ അതില്ല. സുബ്ഹാനല്ലാഹ്, അതൊക്കെ കുറ്റകരമാണ്. ചെയ്യത് വഞ്ചനയാണ്. നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. ഇപ്പൊ സലാം പറയുമ്പോൾ സലാം പറഞ്ഞ് തുടങ്ങുന്ന സംസാരം അതാണ് സലാമുൻ. അല്ലാഹു തആല അഫ്ശുസ് സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുവിൻ. അത്ഇമു ത്വആം, ഭക്ഷണം കൊടുക്കുവിൻ. ഇന്നാരവിടെ പായസം കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് അത് ആരാണോ കൊണ്ടുവന്നത് അവർക്ക് അല്ലാഹു തക്ക പ്രതിഫലം നൽകുമാറാകട്ടെ. സ്വർഗ്ഗത്തെ ഭക്ഷണവും പാനീയവും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അത്ഇമു ത്വആം സ്വലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണമേ. സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണമേ. തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാം. സലാമുൻ, അല്ലാഹു പറയുന്ന വാക്ക് സലാം എന്നാണ്. അല്ലാഹു തആല സലാം വർദ്ധിപ്പിക്കുകയും തഹജ്ജുദ് നിസ്കരിക്കുകയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും കുടുംബബന്ധം ചേർത്തുകയും ചെയ്യാൻ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ മറക്കാതെ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നമുക്ക് എല്ലാവരും ഒരുമിച്ച് നോക്കി എല്ലാ ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. إن أصحاب الجنة اليوم في شغل فاكهون. هم وأزواجهم في ظلال على الأرائك متكئون. لهم فيها فاكهة ولهم ما يدعون. سلام قولا من رب رحيم. صدق الله مولانا العلي العظيم.